കേരളത്തിൽ ആദ്യമായി ബി.ജെ.പി. ഭരണം പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 101-ൽ 50 സീറ്റുകൾ നേടിയാണ് ബി.ജെ.പി. കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തത്. CPM-ന് കനത്ത തിരിച്ചടിയായിട്ട് ബി.ജെ.പിയുടെ ഈ വിജയം മാറിയിരുന്നു. ഡിസംബർ 21-നാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മേയറായിട്ട് വി രാജേഷിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇപ്പോൾ ബി.ജെ.പിക്ക് കനത്ത ഒരു തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. 20 ബി.ജെ.പി. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കിയിരിക്കുകയാണ്. ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാരെയാണ് കോടതി ഇപ്പോൾ അസാധുവാക്കിയിരിക്കുന്നത്. ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ജനപ്രതിനിധികൾ സാധാരണ സത്യപ്രതിജ്ഞ ചെയ്യുക. അങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ ബി.ജെ.പിയുടെ കൗൺസിലർമാർ ഓരോ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യവാചകം ചൊല്ലുകയായിരുന്നു. അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ബി.ജെ.പിയുടെ പല അംഗങ്ങളും പത്മനാഭസ്വാമിയുടെയും ഒപ്പം തന്നെ ഭാരതാംബയുടെയും ഉൾപ്പെടെ പേരിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. രക്തസാക്ഷികളുടെ പേരിൽ സത്യവാചകം ചൊല്ലിയവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM-ന്റെ കൗൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ SP ദീപക്കാണ് കോടതിയെ സമീപിച്ചത്. ഇവരെ അയോഗ്യരാക്കണമെന്നായിരുന്നു CPM-ന്റെ ആവശ്യം. കേരള മുനിസിപ്പൽ ആക്ടിന്റെ ലംഘനമാണ് സത്യപ്രതിജ്ഞ എന്നായിരുന്നു CPM-ന്റെ വാദം. എന്നാൽ കോടതി അവരെ അയോഗ്യരാക്കണമെന്ന വാദം അംഗീകരിച്ചില്ല. പകരം അവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കുകയാണ് കോടതി ചെയ്തിരിക്കുന്നത്. 4 ആഴ്ചയ്ക്കകം ഇവർ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞ നിയമവിരുദ്ധമാണ് എന്നാണ് കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കോടതി വിധിയിലൂടെ ബി.ജെ.പിക്ക് ഇപ്പോൾ കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്തിടെ ബി.ജെ.പിയുടെ കൗൺസിലറായ സുഗതനെ കാപ്പ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. അത് വലിയ വിവാദമായി മാറി. സുഗതൻ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ഇയാളുടെ കൗൺസിൽ അംഗത്വം ഉടൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം തുടർച്ചയായിട്ട് 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ ആ കൗൺസിലറുടെ അംഗത്വം അസാധുവാകുമെന്നാണ്. ജയിലിലായതിനാൽ സുഗതൻ അടുത്ത കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ സ്വാഭാവികമായും കഴിയില്ല. കഴിഞ്ഞ 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിട്ടുമില്ല. ഇതിലെ അപകടം മനസ്സിലാക്കിയ ബി.ജെ.പി. അടുത്ത കൗൺസിൽ യോഗം വിളിക്കുന്നത് നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷമായ കോൺഗ്രസും CPM-ഉം ഉന്നയിക്കുന്നത്. സുഗതൻ ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിലും അത് കോടതി പരിഗണിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നതാണ് നിലവിലെ ഒരു സാഹചര്യം. സുഗതൻ അയോഗ്യനാവുകയാണെങ്കിൽ കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. 101 അംഗ കോർപ്പറേഷനിൽ 51 കേവല ഭൂരിപക്ഷം. നിലവിൽ ബി.ജെ.പിക്ക് 51 അംഗങ്ങളുണ്ട്. ഒരു സ്വതന്ത്രന്റെ ഉൾപ്പെടെ പിന്തുണയോടുകൂടിയാണ് ബി.ജെ.പിക്ക് ഈ 51 അംഗങ്ങൾ ഉള്ളത്. അതിൽ സ്വന്തം അംഗമായ സുഗതനെ നഷ്ടമായി കഴിഞ്ഞാൽ ബി.ജെ.പിയുടെ അംഗബലം സ്വാഭാവികമായിട്ടും 50 കുറയും. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് കരുതി അത് ഭരണത്തെ ബാധിക്കില്ലെങ്കിൽ പോലും ബി.ജെ.പി. സംബന്ധിച്ച് അതൊരു വലിയ ധാർമ്മികമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടിയായിട്ട് ആ വിഷയം മാറും. എന്തായാലും നിരവധി ക്രിമിനൽ കേസുകളിൽ നിലവിൽ പ്രതിയാണ് സുഗതൻ. ഒരു വധശ്രമ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സുഗതനെ പോലീസ് രാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തത്. അങ്ങനെ അടുത്തിടെയായി കോർപ്പറേഷൻ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടികളാണ് നേരിടുന്നത്.